അമേരിക്ക വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന ശക്തമായ സൂചനകൾ പുറത്തുവരുമ്പോഴും അതിനെ അതേ നാണയത്തിൽ നേരിടാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കി മുന്നോട്ടു പോകാൻ തന്നെയാണ് രാജ്യത്തിന്റെ തീരുമാനം. ഇതിനിടെ അമേരിക്കയ്ക്ക് പരോക്ഷ സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും, എന്തും നേരിടാൻ തയ്യാറാണെന്നും മോദി പറഞ്ഞു. हमारे लिए अपने किसानों का हित सर्वोच्च प्राथमिकता है। भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा। और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. വിവരങ്ങളുമായി ഡെസ്കിൽ നിന്ന് അജയ് സുധ ബിജു ചേർന്നു. ഏതായാലും വിട്ടുവീഴ്ചയ്ക്കില്ല ഇന്ത്യ എന്ന് വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. US സംഘം ഈ മാസം അവസാനം ഇന്ത്യയിൽ വ്യാപാര ചർച്ചയ്ക്കൊക്കെ എത്താനിരിക്കെ കൂടി ട്രംപ് എടുക്കുന്ന ഈ നിലപാടിൽ ഒരു തൈ പോലും വിട്ടുവീഴ്ച വേണ്ട എന്ന് ഇന്ത്യയും കടക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഒരു വിഷയത്തിലേക്കാണ് കടക്കുക? ഇന്ത്യയുടെ നിലപാട് എത്രത്തോളം ശക്തമായിട്ട് കൂടിയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്? അജയ്, അപർണ, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ കാർഷിക ഉൽപ്പന്നങ്ങളും ക്ഷീര ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തണമെന്നത് അമേരിക്കയുടെ ആദ്യം മുതലേയുള്ള ആവശ്യമായിരുന്നു. ഇതിൽ അമേരിക്ക ഇന്ത്യയെ തുടർച്ചയായി സമ്മർദ്ദത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു കാരണവശാലും മറ്റ് എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ചയാകാം. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്താൻ തയ്യാറാണ്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് കൂട്ടാനും തയ്യാറാണ് എന്ന് ഇതിനു മുൻപേ ഇന്ത്യ പല ആവർത്തി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഒരു കാരണവശാലും കാർഷിക ഉൽപ്പന്നങ്ങളും ക്ഷീര ഉൽപ്പന്നങ്ങളും ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് ഇന്ത്യ ആദ്യമേ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിലും അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള ഈ എണ്ണ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്ക നിലവിൽ ഇന്ത്യക്ക് ഈ 25% തീരുവ ഉയർത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യം പറഞ്ഞ് ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക പല ആവർത്തി ശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ഇല്ല എന്നും അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള വ്യാപാരം ഇനിയും തുടരും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് മോദി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഡൽഹിയിൽ നടന്ന MS സ്വാമിനാഥൻ ശതാബ്ദി സമ്മേളനത്തിലാണ് മോദി ഇത്തരത്തിൽ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയിട്ടുള്ളത്. രാജ്യത്തെ കർഷകരുടെയും ക്ഷീര വ്യവസായികളുടെയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെയും കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അവരുടെ താല്പര്യങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു തീരുമാനം കൊണ്ട് തനിക്ക് വ്യക്തിപരമായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ എന്ത് തന്നെ നേരിടേണ്ടി വന്നാലും ഇത്തരത്തിൽ കർഷകരുടെ താല്പര്യങ്ങൾ വില കൊടുത്തുകൊണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും രാജ്യം തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് ട്രംപിനുള്ള ഒരു ശക്തമായിട്ടുള്ള മറുപടി കൂടിയാണ്. എന്തായാലും അമേരിക്ക നിലവിൽ ഇന്ത്യക്ക് മേലുള്ള ഈ 50% താരിഫ് എന്ന് പറയുന്ന തീരുമാനത്തിൽ നിന്ന് അതിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം 27-ാം തീയതി മുതലായിരിക്കും ഈ പുതിയ താരിഫ്, ഈ 25% കൂടി കൂട്ടി 50% താരിഫ് അത് ഇന്ത്യക്ക് മുകളിൽ നിലവിൽ വരിക. അതേസമയം 6ാം ഘട്ട ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചയ്ക്ക് വേണ്ടി അമേരിക്കൻ പ്രതിനിധികൾ ഈ മാസം 25-ാം തീയതി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാലാവധിക്കുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കരാറുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് മാത്രമല്ല ഇന്ത്യയെ പോലെ തന്നെ ചൈനയ്ക്ക് മേലും ശക്തമായിട്ടുള്ള താരിഫ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനു മുൻപ് 100% താരിഫിന് മുകളിൽ ചൈനയ്ക്ക് മേൽ ചുമത്തിയതാണ്. അതിനുശേഷമാണ് നിലവിൽ ആ നടപടികൾക്ക് ഒരു ഫ്രീസിംഗ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 90 ദിവസം അവർക്കൊരു സമയം നീട്ടി നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുമായിട്ടുള്ള പോര് ഇനി വരും ദിവസങ്ങളിലും കടുക്കും എന്ന് തന്നെയാണ് സൂചന, പ്രത്യേകിച്ച് മോദി ഇത്തരത്തിലൊരു ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ. റൈറ്റ്, അജയ് സുധ ബിജു. ഏതായാലും വിട്ടുവീഴ്ചയ്ക്കില്ല ഇന്ത്യ എന്ന വ്യക്തമായ നിലപാട് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ.